അപ്പോൾ റെനീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ദിവേഗർ ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളിവിടുന്ന് പുറപ്പെട്ടപ്പോൾ ശ്രീവർദ്ധൻ ബീച്ചിൽ നിന്ന് 20 കിലോമീറ്റർ ഉണ്ട് ദിവേഗർ ബീച്ചിലേക്ക്. അപ്പോൾ അവിടെ പോയി കുറച്ച് അതും കടലിൻ്റെ സീഷോറിൻ്റെ വേറൊരു ഭാഗം തന്നെയായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ആദ്യമായിട്ടാണ് പോണേ. ഹരിഹരേശ്വറിലേക്ക് പോകണില്ല അല്ലേ ഡാഡ്? അവിടെ പോയിട്ടുണ്ട് കുറേ പ്രാവശ്യം. അപ്പോൾ ഈ ബീച്ചിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ആസ്വദിക്കുക, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ആകെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇനി കാണിച്ചു തരാം. ഓക്കെ, ബീച്ചിലേക്ക് പോണേക്കാളും മുന്നേ ഞങ്ങൾ നാസ്ത കഴിച്ചിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് के लिए होटल के सामने रुका है साई ശ്രീലക്ഷ്മി ഒക്കെ. അപ്പോൾ ഇതാണ് ഹോട്ടൽ. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന് വെച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാവർക്കും ഇനി വട കഴിക്കുന്നത് കാണിച്ചു തരാം. ഞങ്ങൾ മിസ്സിൽ പാവും പിന്നെന്താണ് കാന്താ പാവയാണ് പറഞ്ഞിരിക്കുന്നത്. വരുമ്പോൾ നോക്കാം എന്തൊക്കെ കിട്ടുമെന്നുള്ളത്. ചെറിയൊരു ഹോട്ടൽ, ഒരു നാസ്ത കിട്ടണ ബ്രേക്ക്ഫാസ്റ്റ് ചെറുതായിട്ട്. വടപ്പാവ് പറഞ്ഞാൽ കിട്ടിയില്ല. അതിൻ്റെ മിസ്സിൽ പാവ് വന്നു. ഇതും കിട്ടിയത് നാരങ്ങ. കഴിച്ച് നോക്കിയിട്ട് പറ. എൻ്റെ കാന്താപ്പാവ വന്നത് വളരെ ഗരീബാണല്ലോ. ഗരീബിലതാണോ? കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഇനി ഇതും കഴിച്ച് നോക്കിയിട്ട് ഞാൻ പറയാം. അപ്പോൾ കാന്താപ്പാവ കുഴപ്പമില്ല. ഇപ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. സൂപ്പാന്നൊന്നും പറയില്ല, പക്ഷെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് കഴിക്കാം. ഉപ്പുമാവ് വന്നിട്ടുണ്ട്. ഉപ്പുമാവ് കഴിച്ച് ചെയ്ത് പറയാം. ജില്ലാ ടൈപ്പ് ഉപ്പുമാവാണ്. കുഴപ്പമില്ല, എനിക്ക് പോവേ ഇഷ്ടമല്ല. കുറച്ച് ധാന്യം കൊടുക്കാം. ഇത് ഞങ്ങൾ സീഷോറിലേക്ക് പോകണ വഴി തന്നെ. ചൂട്. ഇനി ആകെ അടുത്ത വിശേഷം പറയാം. ഞങ്ങളിങ്ങനെ വണ്ടി ഇവിടെ വന്നിട്ട് ഈ ഇതുമ്മ തട്ടി, ഈ മരത്തുമ്മ തട്ടി, എന്നിട്ട് ഇത്രയും കുഴിഞ്ഞു പോയി. എൻ്റെ പൈസയും വാങ്ങിച്ച് പോന്നു. ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ എത്തി. ഇവിടെ സൈഡിലൊക്കെ കടകൾ. ഒരു ചെറിയ ടെൻഷൻ കഴിഞ്ഞ് കാറ് മണ്ണിൽ പൂന്തി പോയി. ഇവിടെ സൈഡിലൊക്കെ നിറയെ കടകളാണ്. പിന്നെ ഓരോ സ്പോട്ടിൽ ഇങ്ങനെ വഴി കൊടുത്തിരിക്കുക അവർ. അപ്പോൾ അങ്ങനെ നാരിയേൽ കാ പാനി ചെയ്തോ ഇന്നസെൻറ്റിനപ്പം ഓർമ്മ വരും. അപ്പോൾ ഇത് ഈ വഴി കൂടെ ഇങ്ങനെ പോകണം.
ഇത് ഇത്തിരിയും കൂടി കട്ടിയുള്ള വഴിയായിരുന്നു, അത് ഇത്തിരി മണ്ണ്. ഡാഡേ ഇത് ഇത്തിരിയും കൂടി കട്ടിയുള്ള വഴിയായിരുന്നു. ഇത് നോക്കിയേ, ഇത് കൂടെ പക്ഷെ ഇറക്കാൻ പറ്റില്ല, അവർ കമ്പി വെച്ചിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഇതിൽ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടേക്ക് ഇറങ്ങട്ടെ. ഇങ്ങനെ പലതരത്തിലുള്ള സ്റ്റോളുകൾ, ബേൽപൂരി, വിസിൽപൂരി, സ്ക്വാഷ്, എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഞങ്ങൾ കടലിനോട് അടുത്തേക്ക് നടക്കുക. കടലിൻ്റെ അടുത്തെത്തി. 2 കുതിരകളെ കെട്ടിയ വണ്ടി, അതിൽ 2 ചേച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. മോദക്ക് വേണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോട്ടെ. കടലിനോടടുത്തേക്ക് നടക്കുകയാണ്. വെള്ളം തെറ്റേട് ഇവിടെ മണ്ണ് താഴെ നോക്കിക്കോട്ടെ, പൂന്തു പോവും. അതെ, മണ്ണിലും കുറച്ച് പൂന്തു. ഞാന് കുട്ടികളൊക്കെ പാഞ്ഞിട്ട് പോകുന്നുണ്ട്, കുട്ടികളെയൊക്കെ ഇരുത്തിയിട്ട്. ദുവേഗറ എന്ത് ബീച്ച്? ദിവേഗർ, ദിവേഗർ ബീച്ച്. എനിക്ക് ദേവുഗർ മാംഗോയുടെ ഓർമ്മയാണ് വരാം. എനിക്ക് എപ്പോഴും ദേവുഗർ എന്നാണ് പറയാൻ തോന്നിക്കണേ. ഏത്? അത് ശരി. ആ ഭാഗത്താണ് ഞങ്ങളുടെ വണ്ടി കുഴിഞ്ഞു പോയത്. അപ്പോൾ ദുവേഗർ ബീച്ച്. കൈതോലകളോടൊക്കെ വിട പറഞ്ഞ് ഈ വണ്ടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടായിട്ട് നിൽക്കുകയാണ് ആൾക്കാരെ കൊണ്ടുപോകാനായിട്ട്. ഞങ്ങൾ വേറൊരു ബീച്ചിലേക്ക് നടക്കാൻ പോവാണ്. വേറൊരു സ്പോട്ട് നോക്കി ഞങ്ങൾ നടക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. നമ്മളെ നിറച്ചും കടകൾ, ഉടുപ്പുകൾ, പല വർണ്ണത്തിലുള്ള ഉടുപ്പുകൾ, തൊപ്പികൾ, വെള്ളത്തിൽ കളിക്കുന്ന സ്വിമ്മിങ് ചെയ്യാനുള്ള സാധനങ്ങൾ. എന്താ കുടകൾ, ബലൂണുകൾ, ബോളുകൾ, ഗോഗിൾസുകൾ. അയ്യോ ഡാഡി ചെമ്മീൻ, ചെമ്മീൻ ചോദിച്ചോ എത്ര കിത്തി ബാവു? ഈ കിത്തി? ഈ 50 പാവ്. ഡാഡി ഞാൻ പറയാം, അവിടെ 100 രൂപയ്ക്ക്, അവിടെ 50 തന്നെയാ തന്നല്ലേ? ये वाला पन्ना, ये वो तैली कितना है? 70 है। वो नहीं, वो वाला तैली नहीं, ये वाला तैली 70 है. थोड़ा बड़ा वाला झींगा नहीं? ये लूस എടുക്കാ നല്ലതാണ്, ഇത് സുഖമില്ല. ये बड़ा वाला झींगा है ना? ये तो सोरा है, तो महंगा है. ये क्या है? सोरा नहीं, वो नहीं चाहिए. हाँ, तो चिकन चप बराबर. ये कौन सा मच्छी है? ये मांदली है? नहीं, सुरमई है. अच्छा, सुरमा कितनी? ये किसी 800 रुपए है, किसी 700 रुपए है. हाँ, बड़ा वाला पीस है. ये बॉम्बिल है? हाँ, बॉम्बिल. कैसे बॉम्बिल कैसे? हाँ, 100 रुपये पाव है. हाँ, 200 रुपये पाव. हाँ, 80 रुपये पाव. अच्छा, एक पैकेट दे. ये कौन सा है दादा? बॉम्बिल. 80 का. ये कितना बोला? 80 मतलब 80 रुपीस. यही चाहिए ना डैड? 100 रुपये ला? 100 रुपये पाव है. एक पाव नहीं है? नहीं, अरे सुगलिया इधर. ये वाला पाव दे दो, और ये वाला पाव दे दो. ये 50ला पाव, आणि ये झींगा 50ला दे दो. ये पाव दे दो. ये कैसे खाने का? ये ऐसा ये क्या करने का? हाँ, भाजी बनाने. हाँ,
मतलब ऐसे करके फिर फ्राई करते हैं। भाजी बनाते हैं, भाजी बनाते हैं, चटनी भी बनाते हैं। चटनी बनाते हैं, सूखा वाला चटनी है ना, उसमें क्या कांदा डालता है ना। कांदा, मिर्चा, कोथिंबीर, अच्छा, टमाटर ओके ओके। और मीठ वगैरह, नमक, अच्छे लगते हैं। ഓഹോ. അപ്പോൾ ഞങ്ങൾ ഇത് ഉണക്ക പിന്നെ ചെമ്മീൻ 50 രൂപയ്ക്ക് പാവ്, ഇത് 100 രൂപയ്ക്ക് ബോംബെയിൽ നിന്ന് ഞാൻ പറയാറില്ലേ, അതും വാങ്ങിക്കുകയാണ് കേട്ടോ. ഉണക്ക അയിലയും കൂടി വാങ്ങിച്ചു കേട്ടോ, ബാങ്കടയും കൂടി വാങ്ങിച്ചു. അങ്ങനെ 2 ഡബിൾ തൈലിയൊക്കെ ആയിട്ട്. പൈസ കറക്റ്റ് വാങ്ങിക്കുക, കൂടുതലാണ് എനിക്ക് തന്നു. माझी पॅकेज फुल असते. माझी तुमच्या नेहमीचे काम ना, आम्ही कधीतरी घेतो. नाही मला पॅकेज गाडीमध्ये लांब जातात ना. മറാഠി പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ്. एक पिशीला टाकते आणि या पिशी भरून देते. 10 रुपये जास्त घ्यायचं, तरी कधी कधी येतो. 40 आणि 200. കറക്റ്റ് നോക്ക്. 20 आहे का? ഒക്കെ ഉണ്ടാവും അവരുടെ കയ്യിൽ. അല്ലെങ്കിൽ ഒരു സുറുമ തരാൻ പറഞ്ഞു അതിന് പകരം. एक काम करा, ठेवा मी 10 रुपये देतो. असं असं ആ नाही दादा नाही. नको? അതെ, അതായത് ഭാര്യ കുറച്ച് പൈസ ചോദിച്ചാൽ തരില്ല, മറ്റുള്ളവർക്ക് ഉദാറ്. എനിക്ക് തയ്യൽ मान फोल. नाही, आम्ही कधीतरी तुम्हाला आम्ही पण नाराज नाही आहोत. आम्ही कधीतरी भेटतो तुम्हाला, हा कधी आहे की नाही? या कधी तुम्ही आले- रोज तुम्हाला कस्टमर असतात, पण आम्हाला तुम्ही एकदाच भेट. एक तर या कधी आलं की दुकान. असं आहे, कारण काय मन दुखायला नको. या चला. चला. लिंबू पाणी? ഇപ്പോൾ ലിംബു പാനി കുടിക്കാനായിട്ട് ഇപ്പോൾ ബസ്സാണ്. ആ ബസ്സാ. ഞാനും മറാഠി പറയുന്നു. മറാഠി പറയണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, മനസ്സിൽ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ഇല്ല, ഞാൻ പറയും ഞാൻ പഠിപ്പിച്ച സ്ഥിതിക്ക് എന്തായാലും ഞാൻ പറയും. എന്തായാലും ഉദ്യാനി ഹരുണ്യൊക്കെ 10ാം ക്ലാസ് വരെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പം ലിംബു പാനി പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ കൊണ്ടുവരട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ ചെമ്മീൻ പൊതിഞ്ഞുണ്ട്, അത് വെച്ചിട്ടില്ല, വണ്ടിയിലേക്ക് ഇനി വെക്കണം. മണം എത്ര എടുക്കുന്നുള്ളതാണ് അറിയില്ല. വേറെ അറിയില്ല ഏതിലാ പറയില്ല. ബോക്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ. लिंबू पाणीमध्ये सोडा टाका. लिंबू सोडा देऊ? हा लिंबू सोडा. थोडासा नमक और आणि थोडासा शक्कर. ओके, दोघांना सेम. सुना मेरा मराठी सुना सब लोग. ലിംബു പാനി ഉണ്ടാക്കുന്നുണ്ടാവും, സർബത്തൊക്കെ ഇട്ട്. സർബത്ത് ഒഴിച്ച് ഐസ് ഇട്ട് ഇനി സോഡ ഒഴിക്കും. എന്ത് वाव. आपलं नाव काय? यातील केळसकर. गाव कुठे? इथे दिवेगर. दिवेगर. हा. വീണ്ടും സോഡയടി. താങ്ക് യു. एक मिनट. എങ്ങനെയുണ്ട് അത്? സൂപ്പർ അല്ലേ? ഇപ്പോൾ ഞങ്ങൾ സോഡ കുടിക്കുകയാണ്, സമാധാനമായിട്ട് സോഡ കുടിക്കട്ടെ.
ഇത് കാല നമുക്ക് ഇട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സൂപ്പർ സോഡ. ബീച്ചിൻ്റെ വേറൊരു സൈഡാണ് ഞങ്ങൾ കാണുന്നത്. വെയിലത്തേക്ക് പോകാനായിട്ട് മടിയായിരുന്നു ഇങ്ങനെ നിന്ന് വെറുതെ എടുക്കുകയാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വിടുകയാണ്. അപ്പോൾ ഇവിടെ എവിടെ ചെന്ന് നിർത്തും? കാന്തിവീറിൽ നിർത്തി ഞങ്ങളുടെ സ്ഥലത്ത് പോയി. അപ്പോഴേക്കൊക്കെ വിശക്കുള്ളൂ. ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങൾക്ക് ബീച്ച് ഒന്നുകൂടി കാണിച്ചു തരാം. ഇതൊക്കെയാണ് ബീച്ച് മക്കളെ. ഇതൊക്കെ ഒരു സൈഡിൽ ഒരു വഴി വെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ നിർത്തിയിട്ടിരിക്കുന്ന ബോട്ട്, കൈത ഓലകൾ അങ്ങനെ. അപ്പോൾ ഇനി കാന്തിവീറിൽ ചെന്നിട്ട് നിർത്താം. ഓക്കെ, ഇനി ഇവിടെ നിന്ന് പതുക്കെ വണ്ടി ഓടിച്ച് പോകണം. അപ്പോൾ ഞങ്ങൾ പനവേലിക്കുള്ള യാത്രയാണ്. പോണ വഴിക്ക് ചേട്ടായിക്ക് എന്തെങ്കിലും വാങ്ങിക്കണം. ഇപ്പോൾ ഇത് നോക്കിയേ, ഒക്കെ ചൂടായി തുടങ്ങി ഇവിടെ. നല്ല ഇനിയുള്ള മാസങ്ങളിൽ 39 ഡിഗ്രി സെൻറ്റിഗ്രേഡ്. അപ്പോൾ ഞങ്ങൾക്ക് ഇനിയുള്ള 3-4 months വീട്ടിൽ തന്നെ ഇരിക്കാന്ന് വയ്ക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ചുട്ടത്ത് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഈ മഴക്കാലത്ത് ആണ് എന്തെങ്കിലും യാത്ര ചെയ്യാന്നുണ്ടെങ്കിൽ പരിപാടിയുള്ളൂ. അങ്ങനെ ഇതാണ് സ്ഥലം. ഇപ്പോൾ ഇത് ഏകദേശം ഇനിയൊരു 100 കിലോമീറ്റർ കൂടി ഉണ്ടാവും പനവേലിക്ക്. അതിന് മുന്നേ ഞങ്ങൾ ക്രാന്തിവീറിൽ നിർത്തി ചേട്ടായിക്കുള്ള ഭക്ഷണവും ഞങ്ങൾക്കുള്ള ഭക്ഷണവും ഒക്കെ വാങ്ങിച്ച് വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഈ വഴിയുണ്ട്. ഇങ്ങനെയാണ് വഴിയുടെ ഒരവസ്ഥ. വലിയ കുഴപ്പമില്ല, നാട്ടിലത്തേക്കാളും ഭേദമാണ്. നല്ല വഴി തന്നെയാണ്. പെട്രോൾ അടിക്കണ ഞാൻ ഇനി ഓടിച്ച് നോക്കാത്ത മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പഠിച്ച പോലെ തോന്നിക്കുന്നുണ്ട്. പഠിച്ചിട്ടുണ്ടായത് ഓടിക്കും. ഒന്ന് ഓടിച്ച് പഠിക്കണമെന്ന് ഒരാഗ്രഹം മനസ്സിൽ ഉണ്ട്. ചെറുതായിട്ട് വലുതായിട്ടുണ്ട്. നോക്കട്ടെ, തരം കിട്ടിയ ഒന്ന് ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുക്കണമെന്നുണ്ട്. पेन का पेड़ा है ना, पेन का पेड़ा वो कंदिल। हाँ हाँ हाँ, किधर? ये वाला कौन सा दिखाओ? इनको दिखाओ एक मिनट। नहीं, वो एकदम काला कलर होता है वो। वही पेड़ा वो आप खा के देखो ना। काला कलर होता है वो। नहीं था वो कलर मध्ये वो थोड़ा ब्राउन है, बाकी कुछ नहीं. ये पेड़ा वही है. एक मिनट फिर गुलाब जामुन कैसे? ये 70 रुपये ऐसे 70 रुपीज़। ये वाला अभी मुझे दिया वाला कितना है? कंदिल पेड़ा वो कितना है किलो? 400 रुपये किलो. अगर मदिला है 1 किलो कर देते. हाँ, तो 1 किलो वो दे दो. ये कितना बोला आपने? ये 70 रुपये 250 ग्राम वो वाला. ये 80 रुपये 250 ग्राम. ये 70 रुपीज़ 100 रुपया का दे दो ये वाला. हाँ, गुलाब जामुन 100 का दे दो तो 500 हो गया ना फिर टोटल. नाम क्या है दुकान का? इसलिए किटी दादा പേ ചെയ്യണം. ഓക്കെ, ടാറ്റാ ബൈ ബൈ. നീ ഹരിൻ്റെ അടുത്തേക്ക് പോവാം. ക്രാന്തിവീറിൽ വന്നിരിക്കുന്നത് ഞങ്ങൾ ഇന്ന സ്ഥലമൊക്കെ ഇനി അത് ഓർഡർ ചെയ്ത് പുതിയതായിട്ട് പണിയാൻ പോവാണ്. അപ്പോൾ ചിക്കൻ ഹണ്ടി ഡ്രൈ ഇതൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നു. അത് വന്നു കഴിഞ്ഞാൽ അത് പാഴ്സൽ ചെയ്തിട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ
അവസാനിക്കുകയാണ്. ഇനി പുതിയൊരു സ്ഥലത്തേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. പുതിയൊരു സ്ഥലം കാണിച്ചു തരാം. ഒന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് ഈ ചരവറാന്ന് പറയാം. പുതിയൊരു സ്ഥലത്ത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ഒരു 5 മിനിറ്റ് മതി. ഒരു 10 മിനിറ്റ് മതി ട്രാഫിക്കില്ലെങ്കിൽ. അപ്പോൾ ചിക്കൻ ഹണ്ടി ഫ്രൈ പിന്നെ ചേച്ചിക്ക് വേണ്ടി 2 പോയിട്ട് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.